എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഊതി വീർപ്പിച്ച കൊമള പോലെ ഇങ്ങനൊരു പ്രയോഗം മലയാളത്തിലുണ്ടല്ലേ. ഇൻ്റർനാഷണലി ഈ ബബിൾ എന്ന് പറയുന്ന പ്രയോഗം നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. .com ബബിൾ പോലുള്ളവ. വിജയുടെ പാർട്ടി ഒരു ഊതി വീർപ്പിച്ച കൊമളയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തെറ്റ് പറയാൻ സാധിക്കുമോ? ഇപ്പോൾ എന്നെ പുതിയതായിട്ട് കാണുന്നവർ ചിന്തിക്കാം, പെട്ടെന്ന് ഒരുത്തം വന്നിങ്ങനെ പറയുവാണെന്ന്. അങ്ങനെയല്ല, ഞാൻ വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ സൂചന നൽകിയത് മുതൽ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാറുണ്ട്. നമ്മളിവരെ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലേ. അന്നൊരു കുട്ടികൾക്കുള്ളൊരു അവാർഡ് ദാന ചടങ്ങിലായിരുന്നു രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്തു. പിന്നീട് പാർട്ടി അനൗൺസ് ചെയ്തപ്പോൾ, പാർട്ടിയുടെ ആന്തം പുറത്തിറക്കിയപ്പോൾ, ഒന്നാമത്തെ മാനാട്, അതായത് സംസ്ഥാന സമ്മേളനം, രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനം, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലേ. ഈ കുമിളയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിന് വളർന്നു വരാൻ ഒട്ടും സമയം വേണ്ടല്ലേ. നിമിഷ നേരങ്ങൾ കൊണ്ട് അതിനൊരു വലിയ സൈസായി മാറാൻ പറ്റും. കുമിള കാണാൻ നല്ല രസമാണ്. സൂര്യപ്രകാശത്തിൽ തട്ടി മഴവില്ല് പോലെ തിളങ്ങും. അതുകൊണ്ട് ഒരുപാട് പേരെ കുമിളയ്ക്ക് ആകർഷിക്കാൻ പറ്റും. പക്ഷേ കുമിളയുടെ പ്രത്യേകത എന്താണ്? അത് പൊട്ടാൻ ഒരു നിമിഷം പോലും വേണ്ടല്ലേ. നമ്മുടെ നഖത്തിൻ്റെ ഒരു അറ്റം കൊണ്ട് കഴിഞ്ഞാൽ കുമിള പൊട്ടും. അപ്പോൾ വിജയുടെ പാർട്ടി അങ്ങനെയെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ സാധിക്കില്ല. ഈ ഒരു അവസരത്തിൽ പലർക്കും വിഷമം ഉണ്ടാകാം, ശരിയാണ്. ഞാൻ പറഞ്ഞ അതൊക്കെ മാറി നല്ല കാര്യങ്ങളായിട്ട് വരട്ടെ. നല്ല വിമർശനങ്ങളാണല്ലോ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും മുന്നോട്ട് നയിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലുള്ള മറ്റു പാർട്ടികളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളെയോ ഒന്ന് പരിശോധിച്ച് നോക്കാം. അത് എങ്ങനെയാണ് വളർന്നു വന്നത്? നമ്മൾ എല്ലാ പാർട്ടിയുടെയോ സംഘടനയുടെയോ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ കുറച്ച് ആൾക്കാർ, ഒരു 4, 10, 20 ആൾക്കാർ കൂടി ഉണ്ടാക്കിയെടുത്തുനിന്നാണ് ഇന്ന് കാണുന്ന വലിയ പാർട്ടിയായി മാറിയിട്ടുണ്ടായിരുന്നത്. അതായത് അവർ സഞ്ചരിച്ചത് കൃത്യമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനത്തിലൂടെയാണ്. അവർ കുമിള പോലെ വീർപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് ഓരോ അടുക്കടുക്ക്, ഓരോ ഇഷ്ടിക കഷ്ണം ഇട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കെട്ടിപ്പടുത്ത് മുകളിലോട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എത്ര വലിയ പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അത് കുലുങ്ങാത്തത്. കൃത്യമായിട്ടുള്ളൊരു സംഘടനാ സംവിധാനം അല്ലെങ്കിൽ ഒരു കേഡർ സംവിധാനം നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രമുഖ പാർട്ടികൾക്കുമുണ്ട്. ആ സംഘടന അടിത്തറയുള്ളതുകൊണ്ട് മാത്രമാണ് ഈ പാർട്ടികളൊക്കെ കാലാകാലങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ വിജയുടെ പാർട്ടിയാകട്ടെ കേവലം വിജയ് എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയിലേക്ക് മാത്രമാണ് ഒതുങ്ങുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ഒരിക്കലും എനിക്കെന്താ പറയേണ്ട തരത്തിൽ അത്രത്തോളം വിഷമമുണ്ട്. 41 ആൾക്കാർ ഇതിനോടകം തന്നെ മരണപ്പെട്ടു അഥവാ കൊല്ലപ്പെട്ടു. അതിൻ്റെ അകത്ത് 8 കുട്ടികളുമുണ്ട്. കുഞ്ഞു കുട്ടികളടക്കം അതിൻ്റെ അകത്ത് മരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, ഏറ്റവും ദുരന്തകരമായിട്ടുള്ളൊരു മരണം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുക എന്ന് പറയുന്നത്. ആ ഒരു ഇടയിൽ, ഒരു തിരക്കിൻ്റെ ഇടയിൽ പെട്ടിട്ടുള്ളവർക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലാവും. ഭയാനകമാണ്. നമ്മൾ മരിക്കുന്നത് ശ്വാസം മുട്ടി, ഒരു തരത്തിലുള്ള ഒരു ശ്വാസം എടുക്കാൻ പറ്റാതെ. ഇനി നമ്മൾ ഞെരിയുമ്പോൾ നമ്മുടെ വാരിയിലൊക്കെ ഉണ്ടല്ലോ, അത് ഒടിഞ്ഞ് നമ്മുടെ ശ്വാസകോശത്തിൽ കുത്തിത്തറയ്ക്കുന്ന അവസ്ഥകൾ വരെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഞാൻ തിരക്കിൽപ്പെട്ടിട്ടുള്ള രണ്ടവസ്ഥയിലാണ്. ഒന്ന് 3 വർഷം മുമ്പുള്ള കൊച്ചിൻ കാർണിവലിന്, പിന്നെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ തിരക്കിൽ വിഷമിച്ച് പോയി എന്ന് സത്യം പറയേണ്ടി വരും. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു തിരക്കിൽപ്പെട്ട് തിങ്ങിഞ്ഞെരിഞ്ഞ് മരിക്കുന്നവരുടെ അവസ്ഥ, അവർ ജീവന് വേണ്ടി അവസാനം ഒരു ശ്വാസം എടുക്കാൻ ശ്രമിക്കുമല്ലോ. ആ ഒരു അവസ്ഥയൊക്കെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ തിരക്കിനിടയിൽപ്പെട്ട് മരിക്കുക എന്നുള്ളത്. നിലത്തോട്ട് വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. ആൾക്കാർ ചവിട്ടി മെതിക്കും. പിന്നീടൊരു പ്രത്യേകത എന്താണെന്നറിയാവോ? അതായത് ഒരുപാട് ആൾക്കാർ കൂടുമ്പോൾ ആ ഒരു സംഘമുണ്ടല്ലോ, ആ ഒരു ഗ്രൂപ്പിന് ഒരു വേവിൻ്റെ പാറ്റേൺ, അതായത് ഒരു തിരമാലയുടെ പാറ്റേൺ ആയിരിക്കും കൈവരിക്കുക. അതായത് കുറച്ച് പേര് പുറകിൽ നിന്നൊന്ന് തള്ളിയാൽ ഒരു ഒഴുക്ക് പോലെ ആ ഒരു തിക്ക് തള്ളലിങ്ങനെ പരക്കുമല്ലേ. ആ തിരക്കിൽ പലരും വീണ് പോകും. ശരിക്കും എന്താണ് ഈ വിജയുടെ റാലിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? മരണത്തിനിടയാക്കിയ കാരണങ്ങൾ എന്താണ്? ഈ പാർട്ടിയുടെ ഒരു അടിത്തറ ഇല്ലായ്മയെ പറ്റിയിട്ട്, ഒരു കെട്ടുറപ്പില്ലായ്മയെ പറ്റിയിട്ട് നമ്മൾ എടുത്തു കാണിക്കണം. എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനങ്ങളാണ് വേണ്ടത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചല്ല. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി. കാരണം എനിക്കറിയാം ഒരുപാട് വിജയ ആരാധകരുണ്ട്. തീർച്ചയായിട്ടും ഞാനൊരു വിജയ ആരാധകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അതാരും ഓർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചത്, ഈ വിജയുടെ പാർട്ടിയുടെ പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരു കാര്യം പറയുവാണെങ്കിൽ, വിജയ് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു അമ്മ മരിച്ചതിനെ തുടർന്ന് അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ 41 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. വിജയുടെ പേരിൽ തമിഴ്നാട് പോലീസ് FIR ഇട്ടിട്ടുണ്ട്. വിജയിയെക്കുറിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിജയ് മനഃപൂർവ്വം വൈകിയെത്തി. അതോടൊപ്പം തന്നെ വിജയ്ക്കെതിരെയുള്ള പോസ്റ്ററുകളൊക്കെ തമിഴ്നാട്ടിൽ മൊത്തം പ്രത്യക്ഷപ്പെടുകയാണ്. ചോര പൂണ്ടിരിക്കുന്ന വിജയുടെ കൈ ഉൾപ്പെടെയുള്ള ഫോട്ടോയൊക്കെയാണ് വച്ചിരിക്കുന്നത്. ഇത്രയും പേരെ കൊലയ്ക്ക് കൊടുത്ത
ആളെ അറസ്റ്റ് ചെയ്യുക, നരാധമനെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് തമിഴിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ജനരോക്ഷം ശക്തമാകുകയാണ്. ആൾക്കാർ തന്നെ പ്രതികരിക്കുന്ന വീഡിയോസൊക്കെ, ഞങ്ങളൊക്കെ ചത്ത ശവങ്ങളാണോ എന്നടക്കം ആൾക്കാർ ചോദിക്കുകയാണ്. ഒരുപാട് പ്രതികരണങ്ങൾ, വിജയ്ക്കെതിരെ വലിയ ജനരോക്ഷം അണപൊട്ടി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം വിജയ് ലക്ഷ്യം വയ്ക്കുന്നത് 2026 സംസ്ഥാന ഇലക്ഷനാണല്ലേ. അപ്പോൾ അത് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് വിജയ് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളല്ലേ. കഴിഞ്ഞ വർഷം പാർട്ടി അനൗൺസ് ചെയ്തു, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടത്തിപ്പോയിരുന്നു. അങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം 26 ഇലക്ഷനാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 2 സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നു. അങ്ങനെ ഇത് വിജയുടെ 5ാമത്തെ ഈ പ്രചാരണ റാലി ആയിരുന്നു. ഇവരുടെ പാർട്ടിയുടെയും കാര്യങ്ങളുടെയൊക്കെ പ്രചാരണ റാലി നടക്കുമല്ലോ, അങ്ങനെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പും ഒക്കെ റാലി പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു റാലിയിൽ വിജയ് പല കാര്യങ്ങളും ഗവൺമെൻറ്റിനെതിരെയൊക്കെ രൂക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദിക്കുന്ന സ്ഥലം തരുന്നില്ല, ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മിനിഞ്ഞാന്ന് സംഭവിച്ച കാര്യം എന്തെന്നാൽ, കരൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വേലുച്ചാമിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ TVK പറയുന്നൊരു കാര്യമുണ്ട്. TVK എന്നാൽ വിജയുടെ പാർട്ടി. അവർ പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് മറ്റൊരു സ്ഥലമാണ്, പോലീസിനോട് നമുക്ക് അനുമതി തേടണമല്ലോ അല്ലേ. പക്ഷേ പോലീസ് സമ്മതിച്ചില്ല, അവിടെ സൗകര്യക്കുറവാണെന്നും പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലം അലോട്ട് ചെയ്തു എന്നൊരു ആരോപണമാണ് ഇവർ പറയുന്നത്. പക്ഷേ DMK, അതായത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പാർട്ടിയല്ല, അവർ പറയുന്നത് ചോദിച്ച സ്ഥലം തന്നെയാണ് കൊടുത്തത്. എല്ലാ തരത്തിലുമുള്ള പിന്തുണയും ഇതിനു വേണ്ടിയിട്ടുള്ള പോലീസ് വിന്യാസവും ഒക്കെ ഞങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിലൊരു തർക്കം നടക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള രേഖകൾ വന്നാൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. കാരണം ഒരു സ്ഥലം റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഓർഡർ വേണം. സ്ഥലം ഇഷ്യൂ ചെയ്യാനാണെങ്കിൽ, അതായത് ഇന്ന സ്ഥലത്ത് നിങ്ങൾ പരിപാടി നടത്തിക്കുമെന്ന് പറഞ്ഞാൽ അതിനും ഒക്കെ ഓർഡേഴ്സ് ഉണ്ടാകും പോലീസിൻ്റെ. അപ്പോൾ ആ ഒരു പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആരുടെ ഭാഗത്താണ് സത്യമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ നിലവിൽ വേലുച്ചാമിപുരത്തെ ആ ഒരു ഗ്രൗണ്ടിലാണ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. റോഡ് ഷോ നടത്തുകയാണ്. റോഡ് ഷോയ്ക്ക് അനുമതി കൊടുത്തിട്ടില്ലായിരുന്നു എന്ന് കൃത്യമായിട്ട് പ്രത്യേകം പോലീസ് പറയുന്നുണ്ട് കേട്ടോ, FIR പറയുന്നുണ്ട്. എന്തായാലും സാധാരണ റാലികളിൽ സംഭവിക്കുന്നത് പോലെ തന്നെ വിജയ് എത്തുന്ന സമയം നേരത്തെ ഈ പാർട്ടി അനൗൺസ് ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് 3 മണിക്ക് വിജയ് എത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ റോഡ് റാലി നടത്താനുള്ള പെർമിഷനൊന്നും പോലീസ് കൊടുത്തിട്ടില്ലായിരുന്നു. അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുക ഒതുങ്ങി നിന്ന് എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്നറിയാവോ? 3 മണിക്കാണ് വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ 3 മണിക്ക് അവിടെ പരിപാടിക്ക് നിൽക്കണമെങ്കിൽ ആൾക്കാർ രാവിലെ 10 മണി മുതലേ അവിടെ ജനം തടിച്ചു കൂടുകയാണ്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് 15,000 പേർക്ക് മാത്രം അത്യാവശ്യം തിങ്ങിയാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നൊരു പ്രദേശമാണ്. പക്ഷേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് 50,000 60,000 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ആൾക്കാരാണ്. ഇവരെല്ലാം പാർട്ടികളുടെ അണികളാണോ അല്ലെങ്കിൽ പാർട്ടിയോടുള്ള ഒരു താല്പര്യം കൊണ്ടാണോ? അല്ല, വിജയ് എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് ഇവിടെ ഐഡൻറ്റിറ്റി ആയിട്ട് മുഖമുദ്രയായിട്ട് നിൽക്കുന്നതല്ലേ. അപ്പോൾ വിജയോടുള്ള താല്പര്യം കൊണ്ടാണ് എല്ലാവരും എത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, സാധാരണ ഒരു പാർട്ടിയുടെ റാലി സമ്മേളനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിയുടെ അനുഭാവികളായിരിക്കും പോകുന്നത്. ഇവിടെ അമ്മമാരുണ്ടല്ലോ, കൈക്കുഞ്ഞിനെയും എടുത്താണ് അമ്മമാരടക്കം പോകുന്നത്. എന്തിന്? വിജയെ കാണാൻ. വിജയ് എന്ന് പറയുന്ന അവരുടെ സൂപ്പർ സ്റ്റാർ ദൈവത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് പലരും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അല്ലാതെ അവരൊന്നും അനുഭാവികളായിരുന്നില്ല. എന്തായാലും വിജയ് ഇവിടെ ചെയ്തൊരു തെറ്റുണ്ട്. അതായത് 3 മണി പറഞ്ഞിട്ട് വിജയ് എത്തിയത് 7 മണിക്കാണ്. അപ്പോൾ ജനങ്ങൾ 10 മണി മുതലേ വന്ന് അവിടെ തിങ്ങി നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു പ്രദേശത്തെ കരൂരിലേക്കുള്ള ചൂട് എന്ന് പറയുന്നത് അതിഭീകരമാണ്. അപ്പോൾ ആൾക്കാർ ഈ തിരക്കിനിടയിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ എല്ലാവരും തളരും. അതോടൊപ്പം വെള്ളമില്ല, ഭക്ഷണമില്ല. തിരക്കിനിടയിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോയിട്ട് വെള്ളം കുടിക്കാനോ ഒന്നും നടക്കില്ല. നിങ്ങൾ ആ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിൽ തിരക്കിൻ്റെ കൃത്യം ഒത്ത നടുക്കൊക്കെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ എളുപ്പത്തിൽ മനസ്സിലാവുന്നതായിരിക്കും. അങ്ങനെ 10 മണി മുതൽ നട്ടുച്ച വെയിലത്ത് 12 മണിക്ക് 1 മണിക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. 3 മണിക്ക് വിജയ് വന്നോ? വന്നില്ല. വിജയ് വന്നപ്പോൾ 7 മണിയായിട്ടുണ്ടായിരുന്നു. രാത്രി 7 മണിക്കാണ് വിജയ് അവിടെ എത്തുന്നത്. അപ്പോൾ ആൾക്കാരുടെ അവസ്ഥ എന്താണ്? വെള്ളമില്ല, ആൾക്കാർ മൊത്തം തിങ്ങി ഞെരുങ്ങി നിൽക്കുന്ന കാരണം ശ്വാസമില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. കൊടും ചൂടാണ് ഉച്ചയ്ക്കൊക്കെ അവിടെ അടിക്കുന്നതല്ല, അതിൽ വെന്തുരുകി എല്ലാവരും അപ്പോഴേ അവശരായിട്ടുണ്ടായിരുന്നു. പലരും നിലത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വിജയ് മനഃപൂർവ്വം വൈകി എത്തി എന്നുള്ളതാണ് FIR പറയുന്നത്. 4 മണിക്കൂർ വൈകി എന്നുള്ളത്. അങ്ങനെ വിജയ് 7 മണിക്ക് അവിടെ എത്തുകയാണ്. വിജയ് ഒരു ക്യാരവാനിലൊക്കെയാണ്, പ്ലാറ്റ്ഫോമൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ക്യാരവാനിലാണ് അവിടെ എത്തുന്നത്. അങ്ങനെ ആ ഒരു വണ്ടി അവിടെ എത്തിയ ശേഷം വിജയ് കുറേ നേരം അതിൻ്റെ അകത്ത് ഇരുന്നു എന്നും FIR പറയുന്നുണ്ട്. അങ്ങനെ വിജയ് അവസാനം മുകളിലോട്ട് കയറുകയാണ്. വിജയ് മുകളിലോട്ട് കയറിയപ്പോൾ അവിടെ പലരും അവശത കൊണ്ട് കുഴഞ്ഞു വീഴുകയാണ്. കുഴഞ്ഞു വീണപ്പോൾ എന്താ സംഭവിച്ചത്? വിജയ് അകത്തുണ്ടായിരുന്ന വെള്ളക്കുപ്പി ഉണ്ടല്ലോ, ചെറിയ 250 ml മറ്റ് വെള്ളം ഇങ്ങനെ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. എറിഞ്ഞു കൊടുക്കുമ്പോഴെന്താ സംഭവിച്ചത്? വിജയുടെ കയ്യിൽ നിന്ന് വെള്ളം മേടിക്കണം, അല്ലെങ്കിൽ ശരിക്കും ദാഹം കൊണ്ട് വലയുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ വിജയ് എറിഞ്ഞു തരുന്ന വെള്ളമല്ലേ അത് കൈപ്പറ്റണമെന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് അവിടെ ഇങ്ങനെ തിരക്ക് കൂട്ടുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? മനുഷ്യർ
ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി നിൽക്കുമ്പോൾ അതിനൊരു തിരമാലയുടെ അല്ലെങ്കിൽ ഒരു ഓളത്തിൻ്റെ സ്വഭാവമായിരിക്കും കൈവരിക്കുക. നമ്മൾ ചെറുതായിട്ട് ഒരാൾ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പിലുള്ള ആൾക്കാർ വീഴും. ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ പോലെ അതങ്ങോട്ട് പടരുമല്ലേ. ആ ഒരു കാഴ്ച ആ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. വിജയ് വെള്ളമെറിഞ്ഞ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ മൊത്തം ഒരു റഷ് ഉണ്ടാകുകയാണ്. അതൊരു ഓളം പോലെ ആ തിരക്ക് അങ്ങോട്ട് പടരുകയാണ്. അങ്ങനെ പടരുമ്പോൾ എന്താ സംഭവിക്കുക? ആൾക്കാർ പലരും ആ ഒരു തിരക്കിനിടയിൽ കുഴഞ്ഞു വീഴുകയാണല്ലേ. അങ്ങനെ കുഴഞ്ഞു വീണു. പക്ഷേ എത്രത്തോളം ആൾക്കാർ അവിടെ ഉള്ളത്? 15,000 പകരം 50,000-60,000 ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ കുഴഞ്ഞു വീണ ആൾക്കാരെ ആംബുലൻസിലേക്ക് എടുക്കാൻ പറ്റൂ? ഇല്ല, ആംബുലൻസിന് പോലും വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ യഥാർത്ഥ മനുഷ്യനാണ്, അങ്ങനെ മനുഷ്യത്വമുണ്ട്, ഹ്യൂമാനിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്ന വിജയ് അവർ കുഴഞ്ഞു വീണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഗവൺമെൻറ്റിനെയൊക്കെ പഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ വെള്ളം എറിഞ്ഞു കൊടുത്തത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടുത്തെ ഗവൺമെൻറ്റാണ്, മറ്റേ അവിടുത്തെ മന്ത്രി ഉണ്ടല്ലോ, 10 രൂപ മന്ത്രി എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പുള്ളിയെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺമുമ്പിൽ ആൾക്കാർ പടഞ്ഞു വീഴുമ്പോൾ അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്താണ് പുള്ളി കാണിച്ചത് അവിടെ? അങ്ങനെ എന്തായാലും കുഴഞ്ഞു വീണപ്പോൾ ആംബുലൻസ് എത്തണമല്ലേ. ആംബുലൻസിന് വരാനൊക്കുന്നില്ല. വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഞാൻ അധികം വീഡിയോ ക്ലിപ്പോ ഒന്നും കാണിക്കുന്നില്ല. എന്തായാലും ആംബുലൻസ് സൈറനൊക്കെ ഇട്ട് വരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ വീണ്ടും പരിഭ്രാന്തർ ആകുകയാണ്. അതായത് തിരക്കിനിടയിൽ ചെറിയൊരു ഉന്തും തള്ളും ഉണ്ടായാൽ തന്നെ വലിയ രീതിയിലാകും. അപ്പോൾ ഈ ആംബുലൻസ് വന്നപ്പോൾ ആൾക്കാർ പരിഭ്രാന്തരാകുകയാണ്. വീണ്ടും അവിടെയുള്ള തിക്കും തിരക്കും കൂടുകയാണ്. ആ ഒരു തിരക്കിൽ വലിയ രീതിയിൽ ആൾക്കാർക്ക് പരിക്ക് പറ്റുകയാണ്. അതായത് തിരക്കിൽപ്പെട്ട ആൾക്കാർ ഞെരിഞ്ഞമരുകയാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കണേ. അതായത് ഈ സംഭവം അപകടം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അവരെവിടേക്കാണ് നിന്നേന്നറിയാവും? ചുറ്റുമുള്ള മരങ്ങളിൽ, മറ്റ് വാഹനങ്ങളുടെ മുകളിൽ, ഒരുപാട് ഷെഡുകളുടെ മുകളിൽ, ഒരുപാട് ഷെഡൊക്കെ ഉള്ള പ്രദേശമാണ്. ആ ഷെഡുകളുടെയൊക്കെ മുകളിൽ കയറിയിട്ട് അതൊക്കെ മൊത്തം ചവിട്ടി നശിപ്പിച്ച് ഒരുപാട് പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിട്ടു. അതോടൊപ്പം ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ, ഇത്രയും KV ലോഡ് വരുന്ന ട്രാൻസ്ഫോമറിൻ്റെ പോസ്റ്റിലും ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ വരെ വലിഞ്ഞു കയറിയ ബിരുദന്മാരുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവിടുത്തെ സാഹചര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് വണ്ടികളുടെ, കാറുകളിലൊക്കെ, സാധാരണക്കാരൻ്റെ കാറല്ലേ, അതിൻ്റെ മുകളിലൊക്കെ കയറി അതൊക്കെ നശിച്ചു. ഒരുപാട് ഷെഡുകളും മറ്റുള്ളവരുടെ അന്നവും ജീവിതവും എല്ലാം നശിപ്പിച്ചു. ഇതെല്ലാം പോട്ട് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. 41 പേരുടെ ജീവൻ പോയി, കുട്ടികളടക്കം, പിഞ്ചു കുട്ടികളടക്കം. അതാണ് നമ്മൾ കുട്ടികൾ മരണപ്പെടുന്ന ഒരു എന്തോ ഒരു കൂടുതലായിട്ട് നമുക്ക് ഹൃദയത്തിൽ തറയ്ക്കുമല്ലേ. എല്ലാവരും ജീവൻ ഒന്നാണ്. പക്ഷേ ഞാനൊരു സാധാരണ മനുഷ്യനായിട്ട് പറയുന്നതാണ്, കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ എന്തോ ഒരു വിങ്ങൽ കൂടുതലാണ് സത്യം പറയുവാണെങ്കിൽ. എങ്ങനെ എന്തായാലും ആംബുലൻസ് ഒക്കെ വന്നപ്പോൾ ആൾക്കാർ പരിഭ്രാന്തരായി ഓടുകയാണ്. അതിനിടയിൽ ഈ ജനം മൊത്തം അവിടെ വീഴുകയാണ്. വീഴുമ്പോൾ എന്താ സംഭവിക്കുക? അതിന് മുകളിലൂടെ ആൾക്കാർ ചവിട്ടി മെതിച്ചായിരിക്കും പോകുന്നതല്ലേ. ഈ തിരക്കിൽ പെടുമ്പോൾ തന്നെ ശ്വാസം കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ കൃത്യമായിട്ട് അനുഭവിച്ചതാണ്. ഒരു കാര്യം പറയുവാണെങ്കിൽ, തൃശ്ശൂർ പൂരം കൃത്യമായിട്ട് തിരക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മളെയും കേരളത്തെയും കാത്തിരിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ തന്നെ ദുരന്തമായിരിക്കും. ഞാനിത് പറഞ്ഞത് പലർക്കും നീ തൃശ്ശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്താൻ പറയുന്നതാണോ എന്നൊക്കെ ചോദിക്കാമല്ലേ. അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ അങ്ങനെയൊന്നും കാണണ്ട. ആ ഒരു തിരക്കിനിടയിൽപ്പെട്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്കോ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഗവൺമെൻറ്റിനെയും പോലീസിനെയും പഴിക്കുമല്ലേ. അപ്പോൾ അവർ കൃത്യമായിട്ട് ആക്ട് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളുടെ നാട്ടിലും തൃശ്ശൂർ പൂരം അടക്കമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടായില്ലെങ്കിൽ നമ്മളെയും കാത്തിരിക്കുന്നത് ഇതേ ദുരന്തം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ കരൂരിലെ സംഭവം ബാക്കി പറയുവാണെങ്കിൽ, എന്തായാലും തിരക്ക് നിയന്ത്രണാതീതമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ ലാത്തി വീശിയപ്പോൾ പലരും ഓടുകയാണ്. പോലീസുകാർ അടിച്ചുകൊണ്ടല്ല അവർ അപകടം സംഭവിച്ചതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ പോലീസ് ആ ജനക്കൂട്ടത്തെ ഒന്ന് മാറ്റാനെങ്കിലും ശ്രമിക്കുന്നത് കേട്ടോ. അല്ല പോലീസ് അടിച്ചോടിച്ചു അതുകൊണ്ട് ജനം തിങ്ങിഞ്ഞെരങ്ങി മരിച്ചു എന്നൊരു ധ്വനിയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പോലീസ് കഷ്ടപ്പെട്ട് ഇടപെട്ടാണ് ആ ഒരു ആംബുലൻസിലൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാർ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിനിടയിൽപ്പെട്ട് ചിതറി ഓടി. അങ്ങനെ ആ ഒരു തിരക്കിനിടയിൽപ്പെട്ട് ശ്വാസകോശമൊക്കെ തകർന്ന് ശ്വാസം കിട്ടാതെ പെട്ടഞ്ഞു വീണ് ഏറ്റവും ദാരുണമായിട്ടുള്ള മരണങ്ങളിലൊന്നാണ് ആ പാവങ്ങൾ കൈവരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനു വേണ്ടി? ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാൻ പോയതിൻ്റെ പേരിൽ. പണ്ട് മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ട് ഓർമ്മയുണ്ടോ? ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് അസ്. ഇതാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളതാണ്. നിങ്ങളൊരു വ്യക്തിയെ ആരാധിച്ചോ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ അന്ധമായിട്ടുള്ള ആരാധന നിങ്ങളെ നശിപ്പിക്കത്തേ ഉള്ളൂ. ഒരാൾ പറയുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക, അയാൾ പറഞ്ഞ മോശം കാര്യങ്ങളെ അതേ രീതിയിൽ തന്നെ തള്ളിപ്പറയാൻ പറ്റണം. നമ്മളൊരു വ്യക്തിയിലേക്കല്ല ആഴ്ന്നിറങ്ങേണ്ടത്, മറിച്ച് അയാൾ എന്താ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്, ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ മമ്മൂക്കയോ ലാലേട്ടനോ, അവർ ഔട്ട്പുട്ട് എന്താണ്? അഭിനയമാണല്ലേ. അപ്പോൾ നല്ല സിനിമയാണെങ്കിലും നല്ലതെന്ന് പറയും, നല്ല അഭിനയം എന്ന് പറയും, മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറഞ്ഞ് വിലയിരുത്തണം. അല്ലാതെ ഒരാളിലേക്ക് ഒതുങ്ങിയിട്ട് അയാൾ പറയുന്ന എന്ത് മോശം ചെയ്താലും അടിമയാകരുത് നമ്മൾ.
പാർട്ടിയുടെ ഒരു പാർട്ടിയുടെയും അടിമയാകരുത്. രാഷ്ട്രീയമൊക്കെ നല്ലതാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, നിങ്ങളുടെ ചുറ്റും പൊളിഞ്ഞ റോഡാണ്, നമ്മൾ ഇത്രയും ടാക്സ് കൊടുത്തിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ മെമ്പർ റോഡ് നന്നാക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ 41 പേര് ദാരുണമായിട്ട് മരിക്കുകയാണ്. 60-70 മുകളിൽ പേര് ആശുപത്രിയിൽ ഗുരുതരമായിട്ടും അല്ലാതെയും ഒക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ജീവിതത്തിൽ അവർ വിചാരിച്ച എന്താണ്, സൂപ്പർ സ്റ്റാർ തളപതി വിജയ് ഒന്ന് നേരിട്ട് കാണാമെന്ന്. പക്ഷേ അവർ നനച്ചിരിക്കാത്തതുപോലെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഈ മരണത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ കുടുംബത്തിലെ ഒരാൾക്ക് അത് സംഭവിക്കുന്നതായിട്ട് ചിന്തിക്കണം. നിങ്ങളൊരു പരിപാടിക്ക് പോവുകയാണ്, നമ്മുടെ നാട്ടിലെ ഒരു ഫെസ്റ്റിവലിന് പോവുകയാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സമ്മേളനത്തിനോ എവിടെയെങ്കിലും പോവുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, അച്ഛൻ, അമ്മ, മകൻ, മകള്, സഹോദരൻ, സഹോദരി നിങ്ങളുടെ കൺമുമ്പിൽ മരണപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങളുടെ അവസ്ഥ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതായിരുന്നു അവിടുത്തെ പലരുടെയും അവസ്ഥ എന്നുള്ളത് ആ ഒരു വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇനി നമുക്ക് ഈ അപകടത്തിൻ്റെ കാരണം വളരെ വ്യക്തമായിട്ട് സംസാരിക്കാം. ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്തെന്ന് പറഞ്ഞാൽ വിജയ് 4 മണിക്കൂർ വൈകിയെത്തി എന്നുള്ളതാണ്. 3 മണിക്ക് പറഞ്ഞ പരിപാടി നട്ടുച്ച മുതൽ, രാവിലെ 10 മണി മുതൽ നട്ടുച്ചയോളം അവിടെ തളർന്നു നിൽക്കുന്ന ജനങ്ങളെ വീണ്ടും 4 മണിക്കൂറോളം നിർത്തുകയാണ്. ആ പൊരിവെയിലത്ത് അത്രയും ചൂടാണ് ആ ഒരു പ്രദേശത്തൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ വിജയ് വൈകിയെത്തി എന്നുള്ളതാണ്. ഈ ചൂടും തിരക്കും, വെള്ളമില്ലാത്ത അവസ്ഥയും ശ്വാസമില്ലാത്ത അവസ്ഥയും ഒക്കെ ഉച്ചയോടെ രൂക്ഷമാകുകയായിരുന്നു. എന്നിട്ടും ജനങ്ങൾ പോകാൻ തയ്യാറായില്ല. ചിന്തിച്ചവർക്ക്, പോകണമെന്ന് വിചാരിച്ചവർക്ക് പോലും പോകാൻ പറ്റില്ല. കാരണം ചുറ്റും ജനങ്ങളാണ്. അതിൻ്റെ ഇടയിലൂടെ വേറെ സ്ഥലത്തെത്തിയാൽ മാത്രമാണ് ഒരു കുപ്പി വെള്ളം കിട്ടുക, അല്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെയാണ് നമ്മളൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും അധികം ആൾക്കാർ വന്നിട്ടും, അല്ലെങ്കിൽ അവർക്കറിയാം വിജയുടെ എല്ലാ പരിപാടിക്കും പ്രതീക്ഷിച്ചതിൽ ആൾ വരുമെന്നറിയാമല്ലേ, എന്നിട്ടും തിരക്ക് നിയന്ത്രിക്കാനുള്ള യാതൊരുവിധ സംവിധാനവും പാർട്ടിയുടെ അകത്ത് നിന്നില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു രാഷ്ട്രീയ സമ്മേളനം നടത്തുകയാണ്, ഏത് പാർട്ടിയുടെ ആകട്ടെ, അവിടെ പാർട്ടി മെമ്പേഴ്സ് തന്നെ ഇറങ്ങിയിട്ട് എന്തോരം കാര്യങ്ങളാണ് ചെയ്യുക. വോളണ്ടിയേഴ്സായിട്ട് നിന്നും അല്ലാതെയും ഇല്ലാതെയും വെള്ളം കൊടുക്കാനും അവരെ നിയന്ത്രിക്കാനും കൃത്യമായിട്ട് കയറും വടവും ഒക്കെ കെട്ടി അത്രയും അറേഞ്ച്മെൻറ്റ്സ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യാറുണ്ട് ആ ഒരു സമ്മേളനത്തിന് വേണ്ടിയിട്ടല്ലേ. പക്ഷേ ഇതൊന്നും TVKയുടെ മെമ്പേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കരൂർ റൗണ്ടും ഉഴവൂർ ചന്തയുമാണ് TVK പരിപാടി നടത്താൻ വേണ്ടി പോലീസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പോലീസ് കൊടുത്തതാകട്ടെ ഈ ഒരു വേലുച്ചാമിപുരത്തെ പ്രദേശം എന്നൊക്കെയാണ് വാദങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പേപ്പർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ പോലീസ് പറയുന്നത് തങ്ങൾ കൊടുത്ത നിർദ്ദേശം അവർ മുഖവിലക്കെടുത്തില്ല. ഇനി DMK പറയുന്നതാകട്ടെ അവർ ആവശ്യപ്പെട്ട സ്ഥലം തന്നെയാണ് കൊടുത്തതെന്ന്. എന്തായാലും ഈ നമ്മുടെ വിജയുടെ ക്യാരവാൻ ഉണ്ടല്ലോ, കരൂർ ബൈപ്പാസ് എത്തിയപ്പോൾ തന്നെ ജനങ്ങൾ തടിച്ചു കൂടുകയാണ്. പിന്നെ ഒരു പതുക്കെയാണ് വന്നിട്ടുണ്ടായിരുന്ന തിരക്കിലൂടെ അല്ലേ. എന്തായാലും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ആ തിരക്കിലും പെട്ട് ഇടയ്ക്ക് ഒരു മരക്കൊമ്പൊടിഞ്ഞ് വീണ ആ ഒരു സീനും പലരും പറയുന്നുണ്ട്. എന്തായാലും അവിടെ ഒരു തിരക്കിൻ്റെ ഒരു വേവ്, ഒരു വലിയ തിരമാല ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ അകത്ത് പലരും പെടഞ്ഞു വീണ് ഞെരിഞ്ഞമർന്ന് മരിക്കുകയാണ്. വിജയ് വെള്ളമെറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളമെറിഞ്ഞു കൊടുത്തിട്ടും കൺമുമ്പിൽ ആൾക്കാർ പെടഞ്ഞു വീഴുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിനെ, മന്ത്രിയെയൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് TVK എന്ന് പറയുന്ന പാർട്ടിയുടെ പരാജയമാണ്. അതാണ് നമ്മൾ ഏറ്റവും എടുത്ത് ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു അപകടം നടന്നാലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയ ആൾക്കാർ വരുമ്പോഴോ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള, എന്ത് ചെയ്യണമെന്നറിയാവുന്ന ഒറ്റൊരുത്തം പോലും അവിടെ ഇല്ല. അതിനുള്ള ധൈര്യമോ അറിവോ ഉള്ള ആരും തന്നെ പാർട്ടിയിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പാർട്ടിക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ വിജയ് മാത്രമാണ്. വിജയ് ഇല്ലെങ്കിൽ TVK ഇല്ല. ജനങ്ങൾക്കും TVKയ്ക്കും പാർട്ടിക്കും ഇടയിലുള്ള ആകെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ വിജയ് മാത്രമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ മറ്റു പാർട്ടികളെയൊക്കെ നോക്കും. നമുക്ക് എന്തോരം നേതാക്കളെ അറിയാം. നമ്മുടെ വാർഡ് മെമ്പർ അടക്കം നമുക്ക് ആ പാർട്ടിയുമായിട്ടുള്ള ഒരു കണ്ണിയാണല്ലേ. ആ ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലാണ്, നമ്മളെ ജനസേവനമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനങ്ങളുമായിട്ട് എത്രത്തോളം ബന്ധം വേണം. അത് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾ മുതൽ ഒരു കേഡർ സംവിധാനത്തിലുള്ള കൃത്യമായിട്ട് പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റണം. അത് നമ്മൾ അപ്പോൾ പാർട്ടിയായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ലക്ഷക്കണക്കിന് മെമ്പേഴ്സ് ഉണ്ടാവും. അവരുടെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ അങ്ങനെ ഒരുപാട് പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരുണ്ടാകും. നമ്മുടെ വാർഡ് മെമ്പർ വരെ ഉണ്ടാകുമല്ലേ. അപ്പോൾ ഇതൊന്നും ഇവിടെ ഇല്ല. ആകെപ്പാടെയുള്ള ജനങ്ങൾക്കും പാർട്ടിക്കുമിടയിലുള്ള ഒരൊറ്റൊരാളെന്ന് പറയുന്നത് വിജയാണ്. ബാക്കി ആർക്കും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ABCD സംഭവങ്ങളോ അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ വലിയ പരിപാടികൾ നടക്കുമ്പോൾ യാതൊരുവിധ അപകടങ്ങളും സംഭവിക്കാതെ കൃത്യമായിട്ടുള്ള രീതിയിലൂടെ പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ പാർട്ടികൾക്കുള്ള ഒരു സംഘടനാ അടിത്തറയാണ്. കൃത്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങളിലൂടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ നയിക്കുന്ന ഒരു രീതിയുണ്ട്. അതൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. കാരണം യാതൊരുവിധ അറിവോ വിവരമോ ഉള്ളവൻ വിജയ് ഒഴിച്ചാൽ ആ പാർട്ടിയിൽ ആരും തന്നെ ഇല്ല. പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് വിജയാണ്, നടപ്പിലാക്കുന്നതും വിജയാണ്. സ്വന്നതും ഞാനാ സെഞ്ചതും ഞാനാ എന്ന് പറയുന്നത് പോലെ തന്നെ. അല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു കേഡർ സംവിധാനമില്ല. മറ്റു പാർട്ടികളെ പറ്റി നോക്കൂ. ഉദാഹരണം CPIM എടുക്കുക. ഒരു ബ്രാഞ്ച് ഉണ്ടാകും, അതിന് മുകളിൽ ഏരിയ ഉണ്ടാകും, ജില്ലയുണ്ടാകും, സംസ്ഥാനം ഉണ്ടാകും അല്ലേ. അപ്പോൾ
ഓരോ ചെറിയ പ്രദേശത്തും ഓരോ ബ്രാഞ്ച് കമ്മിറ്റി വരുന്നുണ്ട്. ആ കമ്മിറ്റിക്ക് സെക്രട്ടറിയും പ്രസിഡൻറ്റും ജോയിൻറ്റ് സെക്രട്ടറിയും ആ ബാക്കിയുള്ള സംഘടനാ മെമ്പേഴ്സും കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് പോകുന്നത്. ആ ഒരു ബ്രാഞ്ചിൻ്റേതായിട്ടുള്ള തീരുമാനമെടുക്കാൻ പറ്റും. ഏരിയ കമ്മിറ്റിക്ക് പറ്റും, ജില്ലാ കമ്മിറ്റിക്ക് പറ്റും, സംസ്ഥാന കമ്മിറ്റിക്ക് പറ്റും. അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ എല്ലാവരുടെയും ഒരുമിച്ച് ഉൾക്കൊള്ളുമ്പോൾ, എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഒരുപോലെ അവിടെ സംഭവിക്കുമ്പോൾ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടി കൃത്യമായിട്ട് വളർന്നു വരത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഓരോ ഇഷ്ടിക അടുക്കി വെച്ച് ശക്തമായിട്ടുള്ള അടിത്തറ ഉണ്ടാക്കി വന്നവരാണ്. എത്രയോ വർഷം കൊണ്ടാണ് അവർ ബിൽഡ് ചെയ്തത്. പക്ഷേ വിജയ് ഈ 2-3 വർഷം കൊണ്ട് വലിയ സംഭവമാണ്, കെട്ടിടം വലുതാണ്. പക്ഷേ ആ കെട്ടിടം എന്താണ്? കുമിളയാണല്ലേ. പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ സൈസാണ്, നല്ല ഭംഗിയുണ്ട്, ആകർഷിക്കുകയും ചെയ്യും. പക്ഷേ അത് പൊട്ടാനധികം സമയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് വിജയുടെ പാർട്ടിയെ ഒരു ബബിൾ എന്ന് വിളിക്കുന്നത്. വിജയുടെ എല്ലാ പരിപാടികൾക്കും കാണുന്ന ഒരൊറ്റ രീതിയാണ് സംഘടനാ സംവിധാനങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകളിൻ്റെ ഒരു അംശം പോലും അവിടെ കാണാൻ പറ്റുന്നില്ല. ബാക്കിയെല്ലാം ഡീലിങ്ങും എങ്ങനെയാണ്? ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ രീതിയിലാണ് പോകുന്നത്. വിജയുടെ എല്ലാ പ്രമോഷൻസും വലിയ കമ്പനികളാണ് നടത്തുന്നത്. അവരുടെ ആന്തം ഉണ്ടാക്കാനാണെങ്കിലും അവരുടെ മറ്റ് പ്രമോഷൻസും പരസ്യങ്ങളും എല്ലാം മാനേജ് ചെയ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റൈലിലാണ് എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നത്. അല്ലാതെ സംഘടനാ മെമ്പേഴ്സ് എന്തെങ്കിലും എവിടെയെങ്കിലും ചേർന്ന് ചെയ്യുന്നത് ഏതെങ്കിലും പരിപാടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ ഒരു പരിപാടി നോക്കുക, അവിടെ മെമ്പേഴ്സ് ആയിരിക്കും ഉള്ളതല്ലേ, മറ്റേ ബാഡ്ജൊക്കെ കാണുമായിരിക്കും. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ വെള്ളവും കാര്യങ്ങളൊക്കെ തരും, എല്ലാ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്യും. അവിടുത്തെ തന്നെ ആ വോളണ്ടിയേഴ്സ് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ അവിടെ പോകില്ല. അതാണ് അവിടെ വരുന്ന അണികൾ എന്നുള്ളത്. പക്ഷേ ഇവിടെ വരുന്ന അണികളാണോ? അല്ല, മറിച്ച് വിജയുടെ ആരാധകരാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിജയുടെ പാർട്ടി കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. വിജയ്ക്ക് വിജയുടെ വലിപ്പം കൃത്യമായിട്ട് അറിയാം. നമ്മൾ പറയും ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ലെന്ന്. പക്ഷേ അങ്ങനെയല്ല, വിജയ്ക്ക് ആ വലിപ്പം അറിയാം. അത് കൃത്യമായിട്ട് അറിഞ്ഞ് കളിച്ച് പ്ലാൻ ചെയ്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒരാളാണ് വിജയ്. വിജയുടെ ഒരുപാട് വർഷത്തെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പണ്ട് സൈക്കിൾ ചവിട്ട് മുതൽ അല്ലേ, അന്ന് രാഷ്ട്രീയമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു പ്രതിഷേധം പോലെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുട്ടികൾക്ക് അവാർഡ് കൊടുത്ത് എങ്ങനെയായിരുന്നു? എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾക്ക്. അന്ന് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇത് രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ സൂചനയാണ്. അതിനുശേഷം വെറും 2 വർഷങ്ങൾ കൊണ്ടാണ് ഇത്രയും വലിയ ആളെ കൂട്ടാൻ വിജയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണ്? നല്ലൊരു രാഷ്ട്രീയ നേതാവായതുകൊണ്ടാണോ? അല്ല, നല്ലൊരു സിനിമാ നടനായതുകൊണ്ടാണ്. ഈ ഒരു സത്യം തന്നെയാണ്. ഞാൻ വിജയ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നിങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാകും. പക്ഷേ നിങ്ങളിത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. വിജയുടെ പാർട്ടി പരിപാടികൾക്ക് പോകുന്നവരൊക്കെ ഭൂരിഭാഗം പേരും വിജയോടുള്ള ആരാധന മൂത്ത് പോകുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും നേതാവിനോടുള്ള ആരാധന മൂത്താണ് ആൾക്കാർ പോകുന്നത്. അല്ല, ആ ഒരു പാർട്ടിയോടുള്ള അനുഭാവം തോന്നിയവരാണ് പോകുന്നത്, അല്ലേ, അനുഭാവികളും പ്രവർത്തകരുമാണ് പോകുന്നത്. അങ്ങനെ ഈ പാർട്ടി മാറാതെ ഒരു രക്ഷയുമില്ല. അധികാരം പിടിക്കുമായിരിക്കാം, ചിലപ്പോൾ സീറ്റ് കിട്ടുമായിരിക്കാം. പക്ഷേ എന്താണ് ഗുണം? കൃത്യമായിട്ടുള്ള സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ തമിഴ്നാട് കണ്ടിട്ടുള്ള ഏറ്റവും പരാജയപ്പെട്ട ഒരു ഭരണകൂടമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയക്കാരനും സിനിമാക്കാരനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സിനിമാക്കാർ രാഷ്ട്രീയക്കാരാകാറുണ്ട് ഒരുപാട് പേര്. തമിഴ്നാടിൻ്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ അങ്ങനെയാണല്ലേ. ജയലളിത, കരുണാനിധി, MGR എല്ലാവരും തന്നെ സിനിമയിലൂടെ വന്നവരാണ്. പക്ഷേ അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പാഠവും ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അവർ സംഘടന കൃത്യമായിട്ട് അടിത്തറയോടെയാണ് ഉണ്ടാക്കിയത്. അല്ലാതെ ഒരു 2 വർഷം കൊണ്ട് ഒരു കുമിള വീർപ്പിച്ചല്ല ഉണ്ടാക്കിയത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. നാളെ വിജയ് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ്. ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഭാവി ഉണ്ടാകുമോ ഇല്ലയോ? നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പറ. വിജയ് ഇല്ലെങ്കിൽ ഈ പാർട്ടി ഉണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? കാരണം വിജയ് മാത്രമാണ് ഈ പാർട്ടിയുടെ മുഖമുദ്ര. ബാക്കി യാതൊരു വിധത്തിലുള്ള സംഘടനാ രീതിയിലും വന്ന മെമ്പേഴ്സോ കാര്യങ്ങളോ ഇല്ല. അത് എല്ലാ പാർട്ടിയും ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അതിൻ്റെ അകത്തൊരു തെറ്റുമില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു വലിയ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ കാണിക്കാൻ നിന്നാൽ വിജയ്ക്ക് ഫാൻസ് ഉണ്ട്. ആ ഒരു ഫാൻസ് പവർ ഇങ്ങനെ ഉപയോഗിച്ചാൽ അത് വലിയ അപകടങ്ങളിലേക്കായിരിക്കും നയിക്കാൻ പോകുന്നത്. TVKക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം വിജയുടെ പരിപാടിയിലെല്ലാം വരുന്നത് 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണെന്ന്. പക്ഷേ യാതൊരുവിധ മുന്നൊരുക്കവും നടത്തിയില്ല എന്ന് പറയുമ്പോൾ, ഒരു വെള്ളം പോലും സപ്ലൈ ചെയ്യാൻ അവിടെ ഒരൊറ്റ ഒരാളില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് പരാജയമാണ്. ആ ഒരു പാർട്ടിയുടെ സംവിധാനം, യാതൊരുവിധ അടിത്തറയും ഇല്ലാതെയാണ് ആ പാർട്ടി വളർന്നു വരുന്നത്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു കുപ്പി വെള്ളം നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കിട്ടില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതും കൊടും ചൂടത്ത് ആ പാവം ജനങ്ങളെ മണിക്കൂറുകളോട് അവിടെ കാത്തു നിർത്തി. അത് വലിയ പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ പറയും വിജയ് ഇതിൻ്റെ അകത്ത് നിരപരാധിയാണ്. അല്ല, 4 മണിക്കൂറും വൈകിയെത്തി എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. വൈകിയെത്തിയില്ലായിരുന്നെങ്കിൽ ഈ മരണങ്ങൾ ഉണ്ടാകില്ലായിരുന്നു ഒരു പക്ഷേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിജയ് തീർത്തും ഇതിന് സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ. 41 പേരുടെ ജീവനെടുത്തൊരു പരിപാടിക്ക് അത് വിജയ് കൃത്യമായിട്ട് നിയമ നടപടി തന്നെ വിജയ്ക്കെതിരെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിജയ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് തന്നെ പോകണം. 41 പേരുടെ ജീവൻ ഒരു വിലയില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഒരാൾ ആ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കണ്ട, സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയ പോലും നിങ്ങൾ പറയത്തില്ലേ
പറഞ്ഞില്ലേ ഇത് നിയമപരമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന്. ഞാൻ അവരുടെ കൂടെ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും വിജയുടെ എല്ലാ പരിപാടിയും, എല്ലാ പ്രൊമോഷൻസും, എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. അതൊക്കെ നടക്കുന്നത് ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു PR ടീമിലൂടെയാണ്, അല്ലാതെ സംഘടനാ സംവിധാനത്തിലൂടെയല്ല. അവിടെ സ്റ്റേജിലൂടെ വരുന്നതാണെങ്കിലും അതിൻ്റെ ക്യാമറ വർക്കുകളാണെങ്കിലും പ്രൊമോഷൻ, അതിൻ്റെ ആന്തം, വീഡിയോസ്, എല്ലാ കാര്യങ്ങളും. ഇനി വിജയുടെ കൂടെ സുരക്ഷയ്ക്ക് വേണ്ടി നടക്കുന്ന ആരാണ്? മറ്റേ വൈ കാറ്റഗറി സെക്യൂരിറ്റി ഉണ്ട്, ഓഫ് കോഴ്സ് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ബൗൺസേഴ്സിനെയൊക്കെ ഹയർ ചെയ്താണ് കൊണ്ട് നടക്കുന്നത്. വിജയ് മാത്രമാണ് പരിപാടിയിലെ പ്രഭാവം. വിജയ് മാറ്റിക്കഴിഞ്ഞാൽ TVK ഇല്ല, TVKയുടെ റാലിയിലൊന്നുമില്ല. വിജയ് വരാത്ത TVKയുടെ റാലിക്ക് എത്ര പേര് വരും? ഞാൻ ഒരു ഓർഡറിലല്ല കാര്യങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ ഫാക്റ്റാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. വിജയ് ഇല്ലെങ്കിൽ ഈ പാർട്ടി ഇല്ല, ഈ പാർട്ടി നിലംപൊത്തും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ പാർട്ടി ഒരു കുമിളയാണ്. ആ കുമിള ശക്തമായിട്ട് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നശിച്ചു പോകണമെന്നും പറഞ്ഞിട്ട് അതിന് മോശമായിട്ടല്ല, ഇത് പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസമാണ്. എന്തായാലും വിജയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം ഇത് വലിയൊരു അടിയായി മാറിയിരിക്കുകയാണ്. വിജയ് അത്രത്തോളം വിഷാദത്തിലാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വിജയ് അതോടൊപ്പം തന്നെ ഈ ഒരു ദുരന്ത ഭൂമി സന്ദർശിക്കാനുള്ള ഒരു അനുമതി ഹൈക്കോടതിയോട് തേടിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും വിജയുടെ ഭാവിയെക്കുറിച്ചുള്ള, അതോടൊപ്പം ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മിസ് മേശിമാ ഡബിളി സൈനിങ് ഔട്ട്.